ജനുവരി 9 സെബാസ്റ്റിലെ വിശുദ്ധ പീറ്റർ. ജനുവരി 2 സഭ ആദരിക്കുന്ന വിശുദ്ധരായ ബേസിൽ ദ ഗ്രേറ്റിൻ്റെയും ഗ്രിഗറി നസിയാൻസിൻ്റെയും സഹോദരനാണ് സെബാസ്റ്റിലെ വിശുദ്ധ പീറ്റർ. ഇവരുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും വല്യമ്മയുടെയും എല്ലാം വിശുദ്ധമാർന്ന ജീവിതമാണ് ഈ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയതെന്നും സഭ അവരെ ആദരിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നൽകിയ ദൈവം നമ്മളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നാം എപ്രകാരം ആ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തണമെന്നും നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നും സഭ ഇവരെ ആദരിക്കുമ്പോൾ നമുക്ക് നൽകുന്നുണ്ട്. AD 340 മുതൽ 391 കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ച വിശുദ്ധ പീറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ ബേസിൽ സീനിയറിൻ്റെയും വിശുദ്ധ എമീലിയയുടെയും മക്കളിൽ ബേസിൽ, നിസായിലെ ഗ്രിഗറി, സെബാസ്റ്റിലെ പീറ്റർ, മക്രീന എന്നിവർ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. ഇവരുടെ മാതാമഹി മക്രീന സീനിയറും പുണ്യവതിയാണ്. ബേസിൽ സീനിയറിൻ്റെ 10 മക്കളിൽ ഇളയവനാണ് പീറ്റർ. അവൻ ജനിക്കുന്നതിന് മുമ്പോ ജനിച്ച ഉടനെയോ പിതാവ് മരണമടഞ്ഞു. സഹോദരി മക്രീനയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടുവന്നതും പഥാഭ്യാസങ്ങൾ പഠിപ്പിച്ചതും. ലൗകിക വിജ്ഞാനം നേടണമെന്ന് അവന് ആഗ്രഹമുണ്ടായില്ല. പരിപൂർണമായ ദൈവസ്നേഹം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കുകയായിരുന്നു അവൻ്റെ അഭിനിവേശം. വിശുദ്ധ എമീലിയ 2 സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു. ബേസിലിന് കീഴിൽ പുരുഷന്മാർക്കായി ഒന്നും മക്രീനയുടെ കീഴിൽ സ്ത്രീകൾക്കായി ഒന്നും. ബേസിലിൻ്റെ കീഴിലുണ്ടായിരുന്ന ആശ്രമത്തിൽ പീറ്റർ അഭയം തേടി. ബേസിൽ അവിടെ നിന്ന് പോകേണ്ടി വന്നപ്പോൾ ശ്രേഷ്ഠസ്ഥാനം പീറ്റർ ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹം ആ ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അക്കാലത്താണ് പോന്തൂസിലും കപ്പദോക്കിയയിലും ഭയങ്കരമായ ഒരു ക്ഷാമമുണ്ടായത്. പീറ്ററിൻ്റെ കാരുണ്യപ്രവർത്തികൾ അന്ന് സവിശേഷം പ്രത്യക്ഷമായി. ആശ്രമത്തിലും സ്വഭവനത്തിലുമുണ്ടായിരുന്ന സമസ്തവും വിറ്റ് അദ്ദേഹം ദരിദ്രർക്ക് കൊടുത്തു. വിശുദ്ധ ബേസിൽ കേസറയായിൽ മെത്രാനായപ്പോൾ പീറ്ററിന് പട്ടം കൊടുത്തു. ബേസിൽ 379 മരിച്ചു. പിറ്റേ കൊല്ലം അർമീനിയയിലുള്ള സെബസ്റ്റായിലെ മെത്രാനായി പീറ്റർ അഭിഷേചിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുൻഗാമി ആര്യൻ പാഷണ്ഡിയായിരുന്നതുകൊണ്ട് പീറ്ററിൻ്റെ ഭാരവും വലുതായിരുന്നു. വാഗ്വിലാസത്തിലും പാണ്ഡിത്യത്തിലും സ്വസഹോദരന്മാരായ ബേസിലും ഗ്രിഗറി നസിയാൻസിനും മാത്രമേ പീറ്ററിനെ പിന്നിലാക്കിയുള്ളൂ. 381 അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ പൊതുസുനഹദോസിൽ പങ്കെടുത്തു. മറ്റു മെത്രാന്മാരോടൊപ്പം മസഡോണിയൻ പാഷണ്ഡതയെ അദ്ദേഹം ശപിച്ചു. 387 പീറ്റർ മരണമടഞ്ഞു. അതേ വർഷം തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ വണങ്ങാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗ്രിഗറി നിസ പറയുന്നു, സഹോദരി മക്രീന പീറ്ററിനെ അഭ്യസിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലെത്തിച്ചതെന്ന്.